ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് സ്വന്തമായി പ്രിപ്പയർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഡിജിറ്റൽ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഒരു ടെസ്റ്റിൽ എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുത്താൻ കഴിയുക എന്നത്. ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോ, ഹൈപ്പർ ലിങ്ക്സ് അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ ഈ ടെസ്റ്റ് വളരെ ഉപയോഗപ്രദമാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുട്ടികൾക്കായാലും ടീച്ചേഴ്സിനായാലും ഒരുപോലെ ഈസിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് തന്നെയാണ് ഈ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് അമീർ ഷാ. ഞാൻ KUCT നെടുമങ്ങാടിലെ 2ാം വർഷ ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് കണ്ടന്റിനെ പറ്റിയാണ് നമ്മൾ ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. ആ ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു റൈറ്റപ്പ് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കേണ്ടതുണ്ട്. ഈ ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്യാനായി നമുക്ക് MS Word അതുപോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി കാർബൺ സൈക്കിൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്നീ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു റൈറ്റപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിനായി ഞാൻ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്, കാർബൺ സൈക്കിൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ആ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം ആ ഒരു കണ്ടന്റുകളെ പറ്റിയിട്ടുള്ള ഒരു റൈറ്റപ്പും മാത്രമല്ല അവയുടെ ഇമേജസും വീഡിയോ ലിങ്ക്സും പിന്നെ ഹൈപ്പർ ലിങ്ക്സും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സിൻ്റെ ലിങ്ക്സും ഒക്കെ ഞാൻ ഈ ഒരു റൈറ്റപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടന്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി പോകുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു റൈറ്റപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും അവയിൽ എന്തൊക്കെ ആഡ് ചെയ്യാമെന്നും നോക്കിയല്ലേ. ഇനിയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ റൈറ്റപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി ഞാൻ ഇവിടെ യൂസ് ചെയ്ത ടൂളിൻ്റെ പേരാണ് അല്ലെങ്കിൽ ആപ്പിൻ്റെ പേരാണ് പാഡ്ലെറ്റ്. ആ ഒരു പാഡ്ലെറ്റ് ഡൗൺലോഡ് ചെയ്യാനായി നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോർ ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങളതിൽ പാഡ്ലെറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നൊരു ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഈ ഫോണിൽ ആൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് 2 ഓപ്ഷൻസാണ് വന്നിട്ടുള്ളത്, അൺഇൻസ്റ്റാൾ ആൻഡ് ഓപ്പൺ. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലും ഇൻസ്റ്റാൾ ചെയ്യുക. ഇതുപോലത്തെ അതായത് ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള പല ആപ്ലിക്കേഷനും നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബട്ട് എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പാഡ്ലെറ്റ്. ഈ പാഡ്ലെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 7ഓളം പാഡ്ലെറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പാഡ്ലെറ്റ് ഓപ്പൺ ആക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ പാഡ്ലെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഓണായി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം, ലോഗിൻ ആൻഡ് സൈൻ അപ്പ്. പാഡ്ലെറ്റിൽ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളവർക്ക് ലോഗിൻ ചെയ്ത് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പാഡ്ലെറ്റ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം സൈനപ്പ് ചെയ്ത് അവയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് പാഡ്ലെറ്റ് യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വരും, ലോഗിൻ വിത്ത് ഗൂഗിൾ അല്ലെങ്കിൽ ലോഗിൻ വിത്ത് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ്. അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇവിടെ എൻ്റെ ഫോണിൽ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്താണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ലോഗിൻ വിത്ത് ഇമെയിൽ ID ആൻഡ് പാസ്വേഡ് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഇമെയിൽ IDയും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇനി ലോഗിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വിൻഡോ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 2-3 പാഡ്ലെറ്റ് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല തൊട്ട് മുകളിലായി മേക്ക്, ജോയിൻ, ഗാലറി, സെർച്ച് അങ്ങനെ 3-4 ഓപ്ഷൻസും കാണാം. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്, അതായത് പാഡ്ലെറ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് 7ഓളം ഡിജിറ്റൽ ടെസ്റ്റ് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ മുകളിൽ തന്നിരിക്കുന്ന ഓരോ ടൂളിൻ്റെ ഉപയോഗം പറയാം. ഒരു പുതിയ പാഡ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാനായി നമുക്ക് മേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി രണ്ടാമത് തന്നിരിക്കുന്ന ടൂളാണ് ജോയിൻ ഓപ്ഷൻ.
ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനോ അവരുടെ പാഡ്ലെറ്റ് നമ്മൾക്കായി ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ പാഡ്ലെറ്റ് അവർക്കായി ഷെയർ ചെയ്യാനും ഈ ഒരു ടൂൾ വഴി നമുക്ക് സാധിക്കും. ഇനി മൂന്നാമത് തന്നിരിക്കുന്ന ടൂളാണ് ഗാലറി ടൂള്. അതായത് ഈ ഒരു ആപ്പ് നമ്മൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് വാൾപേപ്പർ പിക്ചേഴ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നാലാമത് ഉള്ള ടൂളാണ് സെർച്ച് ടൂള്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സെർച്ച് ചെയ്യാനായിട്ട് ഈ ഒരു ടൂള് നമുക്ക് സഹായിക്കും. ഇനി അഞ്ചാമതായി നിങ്ങൾക്കൊരു 3 ഡോട്ട് സൈൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലും സെറ്റിങ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും ഈ ഒരു 3 ഡോട്ട് സൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയാണ് നമ്മൾ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ഒരു പാഡ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മേക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വിൻഡോ അപ്പിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 4-5 ലേഔട്ട് കാണാനായിട്ട് സാധിക്കും. അതായത് വാൾ, ക്യാൻവാസ്, സ്ട്രീം, ഗ്രിഡ്, ഷെൽഫ്, ബാക്ക് ചാനൽ, മാപ്പ്, ടൈം ലൈൻ, അങ്ങനെ കുറച്ച് ലേഔട്ട്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ലേഔട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഷെൽഫ് എന്ന ലേഔട്ട് സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ മൈ ലൂമിനസ് പാഡ്ലെറ്റ് എന്ന ടൈറ്റിലോട് കൂടിയുള്ള ഒരു പാഡ്ലെറ്റ് വിൻഡോ അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറും നമുക്കിവിടെ കാണാം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറും ടൈറ്റിലും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് മാറ്റാനായി നമ്മൾ ടോപ്പ് റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട് സൈന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റിലും ബാക്കിയുള്ള കാര്യങ്ങളും മാറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ടൈറ്റിൽ മാറ്റി കൊടുക്കുക. നമ്മളിപ്പോൾ ഏത് കണ്ടന്റിനെ പറ്റിയാണോ ഡിജിറ്റൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കാർബൺ സൈക്കിൾ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ് എന്ന ടൈറ്റിലാണ് ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഡിജിറ്റൽ ടെസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഡിജിറ്റൽ ടെസ്റ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രൊവൈഡ് ചെയ്യുക എന്നത്. അതിനായി നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വന്നാൽ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ സൈഡിലായിട്ട് ഒരു ആരോ മാർക്കും കാണാനായിട്ട് സാധിക്കുന്നു. ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു വിൻഡോ അപ്പിയർ ആയിട്ട് വന്നിട്ടുണ്ട്. വേരിയസ് കാറ്റഗറീസിലുള്ള വാൾപേപ്പേഴ്സ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോ കാറ്റഗറീസിലും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഈ ആപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. ഇനി തൊട്ട് താഴെയായി നമുക്ക് ആഡ് യുവർ ഓൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും വാൾപേപ്പേഴ്സ് അല്ലെങ്കിൽ ഇമേജസോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത്. അതിനായിട്ട് അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോണിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജസോ അല്ലെങ്കിൽ മറ്റ് ഇമേജസോ എന്ത് ചെയ്യാം, ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല നമുക്ക് അപ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്യാനും ടേക്ക് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷനും ഇവിടെ വേണം. മാത്രമല്ല നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഇമേജസ് ഓൺലൈൻ വഴി സെർച്ച് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്യാനും ഡ്രോ ചെയ്ത് ആഡ് ചെയ്യാനും ഏതെങ്കിലും ഇമേജസിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജ് ഇതിലോട്ട് ആഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പുറത്തേക്ക് വന്നതിന് ശേഷം എൻ്റെ ഈ ഒരു പാഡ്ലെറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായി ഞാൻ ടെക്സ്റ്റേഴ്സ് ആൻഡ് പാറ്റേൺസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഞാൻ സെറ്റിങ്സിൽ തന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കളർ സ്കീം, ഫോണ്ട് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന പോസ്റ്റിൻ്റെ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കളർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ ഓരോ പോസ്റ്റിലും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റിൻ്റെ ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഫോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി തൊട്ട് താഴെയായി പോസ്റ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറീസിൽ ന്യൂ പോസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ നമ്മൾ ആദ്യം ഒരു പോസ്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ രണ്ടാമത് വീണ്ടും ഒരു പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു പോസ്റ്റ് ഏത് പൊസിഷനിൽ വരണം എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ന്യൂ പോസ്റ്റ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ഒരു പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് വരണമെങ്കിൽ ലാസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്തെങ്കിലും കമൻസ് ആഡ് ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് കാണണമെങ്കിൽ ഈ ഒരു കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിട്ടാൽ മാത്രമേ അവർക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന കമൻസ് ഒക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത്രയുമാണ് സെറ്റിങ്സിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളപ്പോൾ ഇവിടെ ഡിജിറ്റൽ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ നെയിം യുവർ ഫസ്റ്റ് കോളം എന്ന് പറയുന്ന ഒരു ബോക്സ് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ നമ്മുടെ ആദ്യത്തെ കണ്ടന്റായ കാർബൺ സൈക്കിൾ എന്ന ടൈറ്റിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കാർബൺ സൈക്കിൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ട് സൈഡിലായിട്ട് ആഡ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു കണ്ടന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആഡ് കോളം കൊടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യാം. ഇനി കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റാണ്, അതായത് റൈറ്റ് അപ്പ് ആണ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് സൈനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു ബോക്സ് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു ബ്ലാങ്ക് സ്പേസും മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വേഡ് ഡോക്യുമെൻറ്റിലേക്ക് പോവുകയാണ്. ഡോക്യുമെൻറ്റിലേക്ക് പോകുമ്പോൾ കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൈറ്റപ്സ് നമുക്ക് കാണാം. ആ ഒരു റൈറ്റപ്പ് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് പാഡ്ലെറ്റിലോട്ട് വരിക. വന്നതിന് ശേഷം ആ ഒരു ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഹൈപ്പർ ലിങ്ക്സ് ഒക്കെ അതുപോലെ വന്നിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്ത കണ്ടന്റിൻ്റെ തൊട്ട് താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ്, കുറച്ച് ടൂൾസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് പരിചിതമായ ടൂൾസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ബോൾഡാക്കി കാണിക്കണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ബോൾഡാക്കുക. ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ ഇറ്റാലിക്സ് ആക്കാം, ലൈൻഡ് ടെസ്റ്റ് ആക്കണമെങ്കിൽ ലൈൻഡ് ടെസ്റ്റ് ആക്കാം. ഇനി നമുക്കത് ആവശ്യമില്ലെങ്കിൽ തിരിച്ച് അതേ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് ലിങ്കിൻ്റെ ഒരു സൈൻ കാണാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ലിങ്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ലിങ്ക് അറ്റാച്ച് ചെയ്യാം. ഇനി ഈ ഒരു വാക്കിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പെൻ ടൂളുണ്ട്. ആ ഒരു പെൻ ടൂൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇനി അടുത്ത സഫിക്സ് കൊടുക്കാനും പ്രിഫിക്സ് കൊടുക്കാനുമുള്ള ഓപ്ഷൻസും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഈ ഒരു കണ്ടന്റിനുമായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ഓഡിയോ ഫയൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അതിനായിട്ട് നമ്മൾ ക്യാൻസലിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു അപ്ലോഡിംഗ് ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്ലോഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിനുള്ളിലുള്ള ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് എല്ലാം നമ്മുടെ മുമ്പിൽ വിസിബിളായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിയോ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ഓഡിയോ നമ്മുടെ ഈ ഒരു കണ്ടന്റുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ആയതിനു ശേഷം അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓഡിയോയും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ എങ്ങനെയാണോ ഒരു ഓഡിയോ അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ അപ്ലോഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ അപ്ലോഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോസ്റ്റും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്ത ഈ ഒരു വീഡിയോ പ്ലേ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലേ ആകുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമേജസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇവിടെ നമ്മൾ കാർബൺ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമേജും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു കണ്ടന്റിലേക്ക് കടക്കാം, ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അതായത് നമ്മൾ കാർബൺ സൈക്കിൾ എന്ന കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസും ഓഡിയോസും റൈറ്റപ്സും എങ്ങനെ ആഡ് ചെയ്ത് അതുപോലെ തന്നെയാണ് ഇവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ കണ്ടന്റ്സും നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്.
ഓക്കെ, ഞാനിവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജും പിന്നെ ഒരു വീഡിയോയും ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എങ്ങനെയാണോ കാർബൺ സൈക്കിളിൻ്റെ കണ്ടൻസ് ആഡ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇതെല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. എങ്ങനെ നമുക്ക് പേർലെറ്റിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈപ്പർ ലിങ്ക് ഒരു വേർഡിന് എങ്ങനെ പ്രൊവൈഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന കണ്ടന്റിനെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയാണ്. കണ്ടന്റ് ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ഏത് വാക്കിനാണോ ഹൈപ്പർ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വാക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന വാക്കാണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഗൂഗിളിലോട്ട് പോവുക. ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കണ്ടൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഈ വിക്കിപീഡിയ എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ലിങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിക്കിപീഡിയയുടെ ഡെഫിനിഷൻസും ബാക്കി കണ്ടൻസും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ആ ഒരു കണ്ടൻറ്റിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. അതിനായി നമ്മൾ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ട് സൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു ഫോണിലോട്ട് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ പേഡ്ലെറ്റിലേക്ക് തിരിച്ച് വരിക. തിരിച്ച് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലിങ്കിൻ്റെ സൈൻ കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴെയായി ആ ഒരു ലിങ്ക് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എൻ്റർ എ URL എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തൊട്ട് സൈഡിലായിട്ട് ലിങ്ക് അൺലിങ്ക് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് ഇതിൽ നമുക്ക് ആ ഒരു ലിങ്ക് അറ്റാച്ച് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത ഈ ഒരു ഹൈപ്പർ ലിങ്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ആ ഒരു ആഡ് ചെയ്ത ഗ്രീൻ ഹൗസ് എഫക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ആ ഡയറക്റ്റായിട്ട് വിക്കിപീഡിയയുടെ ആ ഒരു ലിങ്കിലേക്ക് ആക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റാണ് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കാർബൺ സൈക്കിളും ഗ്രീൻ ഹൗസ് എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്തോ, അതായത് വീഡിയോസ് ആയാലും ആഡിയോസ് ആയാലും റൈറ്റപ്സ് ആയാലും എങ്ങനെ ആഡ് ചെയ്തോ അതുപോലെ തന്നെയാണ് ഇവിടെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കണ്ടന്റ്സ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റപ്സും അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും മാത്രമല്ല അവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജും ആഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ പ്രത്യേകിച്ച് അത് പറയേണ്ട ആവശ്യമില്ല. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ലിങ്ക്, അതായത് വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ആയാലും നോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ആയാലും ഇമേജസുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക് ആയാലും അങ്ങനെ ഏത് ലിങ്ക് ആയാലും നമുക്ക് എങ്ങനെ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റിൽ ആഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. അതിനായി ഞാൻ ആഡ് കോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ലിങ്കാണ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ടൈറ്റിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അഡീഷണൽ വീഡിയോ ലിങ്ക് ബേസ്ഡ് ഓൺ ഗ്ലോബൽ വാർമിംഗ് എന്ന ടൈറ്റിലും കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു വീഡിയോ ലിങ്ക് കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ യൂട്യൂബിലോട്ട് പോവുകയാണ്. യൂട്യൂബിലോട്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലോബൽ വാർമിംഗ് എന്ന് സെർച്ച് ചെയ്യുക. ഗ്ലോബൽ വാർമിംഗ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യത്തെ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയുടെ നമുക്കിപ്പോൾ കാണുന്ന ആ ഒരു വീഡിയോയുടെ എന്ത് ചെയ്യുക, ലിങ്ക് കോപ്പി ചെയ്യുക. അതിനായിട്ട് ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ആ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും നമ്മുടെ പാഡ്ലെറ്റിലോട്ട് തിരിച്ചു പോവുകയാണ്. ആഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുക.
ഇപ്പോൾ ആ ഒരു ലിങ്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് നമുക്കിവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു വീഡിയോ ലിങ്ക് വർക്കാവുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി ഞാൻ ഈ ഒരു ലിങ്ക് ആക്സസ് ചെയ്യുകയാണ്. യൂട്യൂബിലോട്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, വർക്കാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലിങ്ക് ആഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്തൊരു കണ്ടന്റിലേക്ക് പോവുകയാണ്. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കണ്ടന്റ് നമുക്ക് എങ്ങനെ ഒരു ഫ്ലിപ്പ് ബുക്കാക്കി മാറ്റാം എന്നതിനെ പറ്റിയാണ്. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു, ഗൂഗിളിൽ പോവുകയാണ്. ഗൂഗിളിൽ വന്നതിന് ശേഷം ഫ്ലിപ്പ് HTML5 എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ ആ ഒരു പേജിലോട്ട് എൻ്റർ ആവുകയാണ്. ഇപ്പോൾ ആ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്കിവിടെ മേക്ക് എ ഫ്ലിപ്പിംഗ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ അപ്ലോഡ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് ഫയലാണ്. ഞാൻ ആൾറെഡി അതിനെ PDF ഫയലായിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, അപ്ലോഡ് PDF എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോണിലുള്ള ആ ഒരു ഫയല് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഫയൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഫ്ലിപ്പ് ബുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോ പേജായിട്ട് ടേൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫ്ലിപ്പ് ബുക്ക് ഇപ്പോൾ നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫ്ലിപ്പ് ബുക്കിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പാഡ്ലെറ്റിലോട്ട്, അതായത് ഡിജിറ്റൽ ടെസ്റ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ കാണുന്ന ആ ഒരു 3 ഡോട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുകയാണ്. അപ്പോൾ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മുടെ പാഡ്ലെറ്റിലോട്ട് തിരിച്ചു പോവുക. ഇവിടെ നമ്മൾ ആഡ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഫ്ലിപ്പ് ബുക്ക് ലിങ്ക് എന്ന് പറയുന്ന ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഞാൻ ടൈറ്റിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അപ്ലോഡിംഗ് ഓപ്ഷൻ്റെ തൊട്ട് അടുത്തായിട്ട് കാണുന്ന ആ ഒരു ലിങ്ക് സൈനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പേസ്റ്റ് ക്ലിപ്പ് ബോർഡ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആ ഫ്ലിപ്പ് ബുക്കിൻ്റെ പിക്ചറോട് കൂടിയുള്ള ആ ഒരു ലിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതിനെന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫ്ലിപ്പ് ബുക്ക് ഇവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൽ ഒരു QR കോഡ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആൾറെഡി ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു QR കോഡ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു QR കോഡ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പായി ഞാൻ ആഡ് കോളം സെലക്ട് ചെയ്തതിന് ശേഷം QR കോഡ് ബേസ്ഡ് ഓൺ ഗ്ലോബൽ വാർമിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആ ഒരു പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണമെങ്കിൽ അപ്ലോഡിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നതാണ് നമ്മൾ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിൻ്റെ QR കോഡ്. ആ ഒരു QR കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു QR കോഡ് ഇവിടെ അപ്ലോഡായി വരുന്നുണ്ട്. അപ്പോൾ അപ്ലോഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിൻ്റെ QR കോഡ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൽ ആഡ് ചെയ്യാനുള്ള കണ്ടൻസ്. അതായത് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു, നമ്മൾ ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഓഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇമേജസ് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഈ വീഡിയോ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നോട്ട്സിൻ്റെ ലിങ്ക് ആയിട്ടുള്ള ഫ്ലിപ്പ് ബുക്കാക്കി മാറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അതായത് മറ്റുള്ള റീഡേഴ്സിന് ഞാൻ ചെയ്തിരിക്കുന്ന കണ്ടന്റുകൾ എഡിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ മാറ്റാം.
അതിനായി ഞാൻ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ട് സൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പ്രൈവസി ആൻഡ് കൊളാബറേറ്റീവ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ചേഞ്ച് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ കയറിയതിന് ശേഷം വിസിറ്റേഴ്സ് പെർമിഷനിൽ ക്യാൻ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്യാൻ റീഡ് ആക്കി മാറ്റുക. അതിനുശേഷം പബ്ലിക് സീക്രട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പബ്ലിക് ആക്കി മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് നമുക്ക് മാത്രമേ എഡിറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാനേ കഴിയുള്ളൂ? റീഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. അവസാനമായി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വച്ചിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി ഞാൻ വീണ്ടും 3 ഡോട്ട് സൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കോപ്പി ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ടെസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഫോണിൽ കോപ്പി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്ത് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഏത് ആപ്പ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റൽ ടെസ്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഇത്രയും കണ്ടൻറ്റാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.